all, welcome to once. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, CT 203 ആണ് സബ്ജക്റ്റ് കോഡ് വരുന്നത്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 2019 സ്കീമിലെ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് KTU സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 hours ടൈമിലാണ് ഈ ഒരു 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ CT 203 ആണ് സബ്ജക്റ്റ് കോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൊഡ്യൂൾ 3യുടെ സിലബസ് നോക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 3യുടെ സിലബസിൽ ആദ്യം വരുന്നത് ഫ്ലൂയിഡ് കൈനറ്റിക്സ്. ഫ്ലൂയിഡ് കൈനറ്റിക്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഫോഴ്സസ് കൺസിഡേർഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ഫ്ലൂയിഡ് മോഷൻ, ദെൻ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ബൈ ഇൻ്റഗ്രേഷൻ ഓഫ് യൂളേഴ്സ് ഇക്വേഷൻ, ഓക്കെ, along a streamline, then kinetic energy correction factor, then application of Bernoulli's equation, Venturi-meter, pitted tube, orifice meter, then hydraulic coefficient of orifices and their experimental determination. Then next വരുന്ന discharge through small orifice and large rectangular orifice. Okay, then next topic വരുന്നത് pipe flow. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് computation of major and minor losses in pipes. Major and minor losses in pipes, then hydraulic gradient line and total energy line, then pipes in series, equivalent pipe, then flow through parallel pipes. ഇതാണ് തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം പാർട്ട് എയും പാർട്ട് ബിയും അങ്ങനെ 2 പാർട്ടായിട്ടാണ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 3ൽ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യന് 3 മാർക്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് എയിലെ മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫൈൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ ടേമും എന്താണെന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 മാർക്സ് കിട്ടും. അതായത് ഓരോ ടേമിനും ഓരോ മാർക്സ് വെച്ചിട്ടായിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിന് 1 മാർക്ക്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിക്ക് 1 മാർക്ക്, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് ആയിരിക്കും. ആദ്യം നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ഡിനോട്ടഡ് ബൈ ആൽഫ. ഓക്കെ, നമ്മൾ ബെർണോളിസ് ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി യൂണിഫോം ആയിരിക്കും. പൈപ്പിലൂടെ എന്തിലൂടെയൊക്കെ ആണെങ്കിലും ഫ്ലോ ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും എന്നാണ് നമ്മൾ ബെർണോളിസിൻ്റെ അസംഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്കറിയാം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു അക്രോസ് എ ക്രോസ് സെക്ഷൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അലോങ് എ ചാനൽ നമുക്കറിയാം അത് യൂണിഫോം ആയിരിക്കില്ല. പൈപ്പിൻ്റെ 2 എഡ്ജിലും 0 വെലോസിറ്റിയും സെൻറ്ററിൽ മാക്സിമം വെലോസിറ്റിയാണ് റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ വരാം. ഓക്കെ, അപ്പം അതായത് യൂണിഫോം ആയിരിക്കില്ല, നോട്ട് യൂണിഫോം ആയിരിക്കും. റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ വെലോസിറ്റി നോട്ട് യൂണിഫോം ആയിരിക്കും. നമ്മൾ ബെർണോളിസ് അസംഷനിൽ നമ്മൾ അസംഷനായിട്ട് എടുത്തത് വെലോസിറ്റി ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദി ക്രോസ് സെക്ഷനാണ്. റിയൽ ഫ്ലൂയിഡിൽ അത് അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അതായത് ഇതിന് നമ്മൾ പറഞ്ഞു വെലോസിറ്റി അതായത് പൈപ്പിൻ്റെ സർഫസിൽ വരുമ്പോൾ വെലോസിറ്റി 0യും സെൻറ്ററിൽ പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. 2 എൻഡിലും 0യും സെൻറ്ററിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നുണ്ടായിരിക്കും റിയൽ ഫ്ലൂയിഡിൻ്റെ കേസ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. അതായത് അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ്, കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ്. അപ്പം കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ആക്ച്വൽ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ടൈംസ് ആവറേജ് വെലോസിറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ടേം എന്താണെന്ന് എഴുതണം. ദെൻ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ആ ടേം കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ എന്ന് പറയുന്ന ടേം എന്താണെന്ന് എഴുതിയാലാണ് ആ ഫസ്റ്റ് ആ ഒരു 1 മാർക്ക് കിട്ടുള്ളൂ നമുക്ക്. ദെൻ സെക്കൻഡ് 2 മാർക്ക്, അങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സെക്കൻഡായിട്ട് ആ ഒരു 2 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ആൽഫയുടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്താലാണ് നമുക്ക് ആ ഒരു 2 മാർക്സും കൂടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ എന്താണെന്ന് പറയണം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ടു ദി കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. അതിൻ്റെ രണ്ടിനും റേഷ്യോ എടുക്കുന്നതാണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ കൈനറ്റിക് എനർജി പോസസ്ഡ് ബൈ ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എലമെൻ്ററി ഏരിയ ഡി എ കൺസിഡർ ചെയ്യാണ്. ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. ദെൻ അവിടുത്തെ വെലോസിറ്റി വി ആൻഡ് എലമെൻ്ററി ഏരിയ ഡി എ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ അവിടുത്തെ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കൂടെ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 1 കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ ഡി എ ആണെന്നും വെലോസിറ്റി വി ആണെന്നും നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഡെൻസിറ്റി, ഇതിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്. ദെൻ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വി ഇൻറ്റു ഡി എ ആണ് വരാം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡാണ് യൂണിറ്റ് വരേണ്ടത്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം, ഡെൻസിറ്റി മാസ് ബൈ വോളിയാണ്. മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഏരിയ മീറ്റർ സ്ക്വയർ. സോ മീറ്റർ സ്ക്വയർ ഇൻറ്റു എം ഇസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ്. ദെൻ മീറ്റർ ക്യൂബ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ റോ വി ഇൻറ്റു ഡി എ ആണ് ആ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വി ഇൻറ്റു ഡി ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റോ വി ഇൻറ്റു ഡി ആണ് അവിടുത്തെ മാസ് ഫ്ലോ റേറ്റ് വരുന്നുണ്ടാവാം. ദെൻ കൈനറ്റിക് എനർജി ഓഫ് ദിസ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിൽ ബി, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇതും എം ആണെങ്കിൽ കൈനറ്റിക് എനർജി വരുന്നുണ്ടായിരിക്കാം ഹാഫ് ഇൻറ്റു റോ വി ഡി എ ഇൻറ്റു വി സ്ക്വയർ ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, റോ വി ഡി എ ഇൻറ്റു വി സ്ക്വയർ ബൈ 2, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ ഒരു ഡി എ എന്ന് പറയുന്ന ആ ഒരു ചെറിയ എലമെൻ്ററി ഏരിയയിലത്തെ കൈനറ്റിക് എനർജിയാണ് കിട്ടിയത്. ടോട്ടൽ മൊത്തം ആ ഒരു ഏരിയയിലത്തെ കൈനറ്റിക് എനർജി കിട്ടാൻ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഡി എ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എലമെൻ്ററി ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് ഇത്. ദെൻ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ ഫുൾ ഏരിയ എടുത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്മോൾ ഏരിയയുടെ കൈനറ്റിക് എനർജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ വി ഡി എ ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ ഇൻറ്റു വി ചെയ്തിട്ടാണ് ഇവിടെ വി ക്യൂബ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ റോ ഇൻറ്റു വി ക്യൂബ് ബൈ 2 ഇൻറ്റു ഡി എ. ഇതിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റോ ഇസ് ഈക്വൽ ടു ഇതിൽ വി ക്യൂബ് സെയിം തന്നെയാണ്, ഡി എ സെയിം ആണ്. ദെൻ റോ ബൈ 2 ആണ് ഇവിടെ ഡബ്ല്യു ബൈ 2g എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ബൈ ജി. സ്പെസിഫിക് വെയ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അത് റോ ജി ആണ്. സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ജി ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ടേം ഇങ്ങനെയായിട്ട് മാറ്റിയത്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് റോ ജി ആണെങ്കിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ബൈ ജി ആണ്. അപ്പോൾ അതാണ് റോ എന്ന് പറയുന്ന ആ ഒരു ടേം മാറ്റിയിട്ടാണ് ഡബ്ല്യു ബൈ ജി എന്ന് എഴുതിയത്. ഈ 2നെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഡബ്ല്യു ബൈ 2g എന്ന് വന്നത്. ദെൻ റിമൈനിങ് വി ക്യൂബ് ബൈ ഡി എ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ by knowing the velocity distribution across any cross section, the actual kinetic energy possessed by the flowing fluid can be determined by using, അതായത് ആക്ച്വൽ കൈനറ്റിക് എനർജി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ then നമുക്ക് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഇൻ ആക്ച്വൽ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് യൂസിങ് ദി ആവറേജ് വെലോസിറ്റി ആണ്.
Okay, but then kinetic energy, mean kinetic energy or average kinetic energy possessed by the flowing fluid. Okay, അപ്പോൾ അതിനെ ആദ്യം നമ്മൾ ആദ്യം പറഞ്ഞു ആൽഫ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആക്ച്വൽ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ആവറേജ് ഓർ മീൻ ആണ്. ഓക്കെ, ദെൻ അപ്പോൾ കൈനറ്റിക് എനർജി ആക്ച്വൽ ഇസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി ആവറേജ്. ഓക്കെ, അപ്പോൾ ദെൻ kinetic energy actual is equal to alpha times of kinetic energy average kinetic energy ആണ്. ഓക്കെ, അപ്പോൾ അതിന് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആൽഫ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആക്ച്വൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ആവറേജ്. അപ്പോൾ ആക്ച്വൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആൽഫ ടൈംസ് ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, അതിൽ നിന്ന് ആവറേജ് കൈനറ്റിക് എനർജി ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ആക്ച്വൽ കൈനറ്റിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത ആക്ച്വൽ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ആക്ച്വൽ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കറിയാം W/2G ഇൻറ്റഗ്രൽ V³ ഇൻറ്റു ഡി എ ആണ്. ഓക്കെ, അത് ആ എലമെൻ്ററി ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഏരിയ ആണ് എടുക്കുന്നത്. സോ W/2G ഇൻറ്റു എ ഇൻറ്റു V³ വി എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജിയുടെ കേസിൽ ആവറേജ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ W/2G ഇൻറ്റു ഏരിയ ഇൻറ്റു ക്യാപിറ്റൽ V³ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫ ഇൻറ്റു W/2G ഇൻറ്റു ഏരിയ ഇൻറ്റു V³ ചെയ്യുമ്പോൾ ആക്ച്വൽ കൈനറ്റിക് എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത ആക്ച്വൽ കൈനറ്റിക് എനർജിയും നമ്മൾ തൊട്ട് മുമ്പ് എലമെൻ്ററി ഏരിയയിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത ആക്ച്വൽ കൈനറ്റിക് എനർജിയും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് ആൽഫ ടേം മാത്രം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കുക ആൽഫ ഈസ് ഈക്വൽ ടു 1/AV³ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് V³ ഡി എ ആണ് നമുക്ക് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ എക്സാക്റ്റ് വാല്യൂ വരുന്നുണ്ടായിരിക്കും. ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ ബെർണോളിസ് ഇക്വേഷനിലെ കറക്ഷനാണ് നമ്മളിത് പറഞ്ഞത്. ഓക്കെ, ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ യൂണിഫോം എസംഷനിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി യൂണിഫോം ആയിരിക്കില്ല, വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് പൈപ്പിൻ്റെ കേസ് എടുക്കുമ്പോൾ പൈപ്പിൻ്റെ എൻഡ്സിൽ 0യും സെൻറ്ററിൽ മാക്സിമം വെലോസിറ്റിയാണ് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കറക്ഷൻ ബെർണോളിസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഇക്വേഷനാണിത്. ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാം P/ρg പ്ലസ് V²/2G പ്ലസ് സെഡ്. അപ്പോൾ നമുക്ക് കറക്ഷൻ വരുന്നത് വെലോസിറ്റിയിലാണ്. സോ വെലോസിറ്റിയുടെ കറക്ഷൻ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ 1 ഫസ്റ്റ്. ഇപ്പോൾ ഒരു 2 സെക്ഷനായിട്ട് നമ്മൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഹെഡ് പ്ലസ് അതിൻ്റെ വെലോസിറ്റി ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ഹെഡിൽ നമ്മൾ കൈനറ്റിക് എനർജി കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തതാണ് ഈ ആൽഫ 1. ഓക്കെ, ദെൻ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ എടുക്കുമ്പോൾ P2/W പ്ലസ് ആൽഫ 2 ഇൻറ്റു അതായത് വെലോസിറ്റി ഹെഡിന് കറക്ഷൻ അപ്ലൈ ചെയ്തതാണ് ആൽഫ 2. ഓക്കെ, ആൽഫ 2 ഇൻറ്റു P²/2G പ്ലസ് Z2 എന്ന് പറയുന്നത് ഡാറ്റം ഹെഡ് പ്ലസ് HL അതായത് അവിടെ വരുന്ന ഹെഡ് ലോസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബെർണോളിസ് ഇക്വേഷനിൽ കറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് ഇത്. റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ will be 1 for uniform velocity distribution and 1.02 to 1.15 for turbulent flows and alpha is equal to 2 for laminar flow. അപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ ടേം ഇല്ലാതെയാണ്. സോ ആൽഫയുടെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഈ ക്വസ്റ്റ്യനിൽ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് എഴുതുക. അതായത് ആക്ച്വൽ കൈനറ്റിക് എനർജിയുടെയും ആവറേജ് കൈനറ്റിക് എനർജിയുടെയും ഒരു റേഷ്യോ ആണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ദെൻ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. അതായത് ആദ്യം ആക്ച്വൽ കൈനറ്റിക് എനർജി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ആവറേജ് കൈനറ്റിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ അത് ഇക്വേറ്റ് ചെയ്ത് ഓക്കെ ആൽഫ ടൈംസ് ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, അതായത് ആക്ച്വൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ആണ്. സോ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ മാത്രമായിട്ട് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് മൊത്തം എഴുതി കഴിഞ്ഞാലാണ് ആ ഒരു 3 മാർക്സ് കിട്ടാം. ഓക്കെ, ആ ഒരു സ്റ്റെപ്സ് എല്ലാം എഴുതണം. ഫസ്റ്റ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് എഴുതണം, ദെൻ അതിൻ്റെ ആ ഒരു ഈ ഒരു ഫോമിലേക്ക് ഡിറൈവ് ചെയ്യണം, ആ ഒരു സ്റ്റെപ്സും കൂടെ എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട് എയിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഡിഫൈൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. ഓക്കെ, എല്ലാത്തിനും 1 മാർക്ക് വെച്ചിട്ടാണ്. ടോട്ടൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്താണെന്ന് എഴുതുമ്പോൾ 1 മാർക്ക്, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്താണെന്ന് എഴുതിയ 1 മാർക്ക്, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എഴുതിയ 1 മാർക്ക്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി CV ആണ്. ഓക്കെ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ വരുന്നത് CC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്താണെന്ന് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് CD എന്നാണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് ദ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CD ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ അതിൽ ഡിസ്ചാർജ് നമുക്കറിയാം, ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഏരിയ ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ആണ്. ദെൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി ഇൻറ്റു തിയററ്റിക്കൽ ഏരിയ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് CV, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. ദെൻ ആക്ച്വൽ ഏരിയ ബൈ തിയററ്റിക്കൽ ഏരിയ എന്ന് പറയുന്നതാണ് CC, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി മൾട്ടിപ്പിൾ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിന് 2 ഡെഫിനിഷൻ ഉണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ദി റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ ഡിസ്ചാർജ് ടു ദി തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഓക്കെ, അതിൽ നിന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു the after multiplication of coefficient of velocity into coefficient of contraction, അതിനോടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആണ് coefficient of discharge. ഓക്കെ, then the value of coefficient of discharge varies from 0.61 to 0.65. ആ ഒരു റേഞ്ചിലാണ് CDയുടെ വാല്യൂ വരുന്നത്, 0.61 to 0.65യുടെ ഇടയിൽ. ഓക്കെ, ഫോർ ഡിഫറെൻറ്റ്, അതായത് ഷേപ്പ്, സൈസ് ആൻഡ് ഹെഡ് അണ്ടർ വിച്ച് ദ ഫ്ലോ ടേക്സ് പ്ലേസ്, ഇതനുസരിച്ച് CDയുടെ വാല്യൂ ചേഞ്ച് ആവും. നമുക്ക് ഡിഫറെൻറ്റ് ഓറിഫൈസിനനുസരിച്ച് ഈ CDയുടെ വാല്യൂവിലും മാറ്റം വരുന്നു. ഓക്കെ, ദെൻ ജനറലി നമ്മൾ എടുക്കുന്ന വാല്യൂ 0.62 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. Okay, it is the ratio between actual velocity of jet of liquid at vena contracta and to the theoretical velocity of jet. Okay, അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന വെലോസിറ്റി അറ്റ് വിന കോൺട്രാക്ട്, അതായത് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വിന കോൺട്രാക്ട്. വിന കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ, ഓക്കെ, ഈ ഒരു സെക്ഷനിൽ വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ വിന കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ലാർജ് ഓറിഫൈസിൻ, അതായത് ഒരു വലിയൊരു ടാങ്കിൽ നിന്ന് നമ്മളൊരു സ്മോൾ ഓറിഫൈസിൽ കൂടെ വെള്ളത്തിന് പുറത്തേക്ക് വരുമ്പോൾ അതിനവിടെ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും. ആ ഒരു കോൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്, തിയററ്റിക്കൽ വെലോസിറ്റി √2gh ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് 0.95 to 0.99 ആണ്. നമ്മൾ ജനറലി എടുക്കുന്നത് 0.98 ആണ്. ഓക്കെ,
ദെൻ അടുത്തത് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ദി ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ആൻഡ് ദി ഏരിയ ഓഫ് ദി ഓറിഫൈസ്. ഓക്കെ, വീന കോൺട്രാക്റ്റയിൽ വരുന്ന ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ഓറിഫൈസ്, ഈ ഓറിഫൈസിൻ്റെ ഏരിയ. ഓക്കെ, ആ വീന കോൺട്രാക്റ്റ ഫോം ചെയ്യുന്ന അവിടുത്തെ ഏരിയ ഡിവൈഡഡ് ബൈ ഈ ഒരു ഓറിഫൈസിൻ്റെ ഏരിയ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ സി ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ ആണ്. ഓക്കെ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ്റെ വാല്യൂ വരുന്നത് 0.61 to 0.69 ആണ്. ജനറലി നമ്മൾ എടുക്കുന്ന വാല്യൂ 0.64 ആണ്. ഓക്കെ, അപ്പോൾ സി ഡി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിൻ്റെ വാല്യൂ വരുന്നത് 0.61 to 0.65 ആണ്. നമ്മൾ എടുക്കുന്നത് 0.62 ആണ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് 0.95 to 0.99 ആണ്. നമ്മൾ എടുക്കുന്നത് 0.98 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ്റെ വാല്യൂ വരുന്നത് 0.61 to 0.69 ആണ്. നമ്മൾ എടുക്കുന്നത് 0.64 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ടേമും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് ഏതാണ് ഈസിയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് വരുന്നത് ഡിഫൈൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്താണെന്ന് എഴുതാം, ദെൻ ടോട്ടൽ എനർജി ലൈൻ എന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്താണെന്ന് എഴുതണം, ദെൻ ടോട്ടൽ എനർജി ലൈൻ എന്താണെന്ന് എഴുതണം. ആദ്യം തന്നെ ആ ഒരു ഫിഗർ വരച്ചിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്സ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 2 റിസർവോയേഴ്സ് കൺസിഡർ ചെയ്യണം, റിസർവോയർ എയും റിസർവോയർ ബിയും. ഓക്കെ, ദെൻ ഒരു ഇൻക്ലൈൻ പൈപ്പ് യൂസ് ചെയ്ത് ഈ 2 റിസർവോയേഴ്സും കണക്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഈ ഒരു ഇൻക്ലൈൻ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ 2 റിസർവോയേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ പീസോമീറ്റർ വെച്ച് നമ്മൾ ഈ പൈപ്പിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ പൈപ്പിൽ ഏതെങ്കിലും 2 പോയിന്റിൽ നമ്മൾ പീസോമീറ്റർ വെച്ച് പ്രഷർ ഹെഡ് മെഷർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രഷർ ഹെഡ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പീസോമീറ്ററിൻ്റെ റീഡിങ് വരുന്നത് ഇത്രയാണെന്ന് വിചാരിക്കാം. സിമിലർലി സെക്ഷൻ 2ൽ നമ്മൾ പീസോമീറ്റർ വെച്ച് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ റീഡിങ് വരുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 റീഡിങ് സ്കെയിൽ ചെയ്ത് നമ്മളൊരു വേറൊരു പേജിൽ പ്ലോട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുകയാണ്. ആ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക, ദെൻ അത് ആ 2 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുകയാണ്. അതായത് ആ 2 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീസോമീറ്റർ യൂസ് ചെയ്ത് പ്രഷർ ഹെഡ് മെഷർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ പ്രഷർ ഹെഡ് ഇപ്പോൾ സെറ്റ് ഡിസ്റ്റൻസിലാണ് പൈപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ വരുന്നുണ്ടായിരിക്കാം P/W പ്ലസ് ഈ ഒരു സെഡും കൂടെ ആഡ് ചെയ്യുന്ന അത്രയും ഹൈറ്റിലായിരിക്കും ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ പൈപ്സ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആൻഡ് എനർജി ലൈൻ ആർ യൂസ്ഫുൾ. നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോനെ പഠിക്കുമ്പോഴാണ് ഈ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്ന ആ 2 ടേമും നമുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ റെപ്രസെൻറ്റിംഗ് ദ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് വിത്ത് റെസ്പെക്ട് ടു സം ഡാറ്റം ഇസ് നോൺ ആസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റം, ഇതാണ് ഡാറ്റം ലൈൻ. ഈ ഡാറ്റം ലൈനിൽ നിന്നുള്ള പൈപ്പിൻ്റെ ആ ഒരു ഹൈറ്റാണ് ഡാറ്റം ഹെഡ്. സെഡ് ഇസ് ദി ഡാറ്റം ഹൈറ്റ്. ദെൻ പീസോമീറ്ററിൻ്റെ റീഡിംഗ് ആണ് പ്രഷർ ഹെഡ് വരുന്നത്. P/W പ്രഷർ ഹെഡ് വരുന്നത് ആ ഒരു പീസോമീറ്ററിൻ്റെ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് ആണ്. ഓക്കെ, the vertical distance between datum and hydraulic grade line is equal to piezometric head. Okay, ആ 2ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനിൻ്റെ ഓക്കെ ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ പീസോമെട്രിക് ഹെഡ് എന്നാണ് പറയുക. ഓക്കെ, പീസോമെട്രിക് ഹെഡ് P/W പ്ലസ് സെഡ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ വരുന്നത് നമ്മുടെ പീസോമീറ്ററിൻ്റെ റീഡിങ് ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സും കൂടെ ലൈനായിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ കിട്ടുക. ഓക്കെ, ആ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ്റെ ആ ഒരു ഡെപ്ത് പ്ലസ് ഡാറ്റം ഹെഡ് ഈ ഒരു സെറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ പൈപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റം ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ്റെ ആ ഒരു എത്ര ഹൈറ്റിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാം. ഓക്കെ, ദെൻ
ദ ലൈൻ റെപ്രസെൻറ്റിങ് ടോട്ടൽ എനർജി ഓർ ഹെഡ്, അതാണ് ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം P/ρg പ്ലസ് V²/2g പ്ലസ് Z ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ പി പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം, പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് ആണ് ടോട്ടൽ എനർജി. അപ്പോൾ ഇതാണ് ഡാറ്റം ഹെഡ് ആൻഡ് ഇതാണ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി ലൈൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എനർജി ലൈൻ വരുന്നത് ഈ ഡോട്ടഡ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് V²/2g വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ്റെ ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അത് ആ ഈ ഒരു റിസർവോയറിൽ നിന്ന് ഈ ഒരു സ്മോൾ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കോൺട്രാക്ഷൻ കാരണമാണ് ആ ഒരു ചെറിയൊരു വേരിയേഷൻ ആ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ബോട്ടം, അതായത് നെക്സ്റ്റ് ഡൗൺ സ്ട്രീം പോർഷനിൽ അങ്ങനെ ഒരു വേരിയേഷൻ വരാത്തത് ഈ പൈപ്പിൽ നിന്ന് അത് റിസർവോയറിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. സോ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ വേറെ ലോസ് ഒന്നും വരാത്തതുകൊണ്ട് ഡയറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെയാണ് വന്ന് നിൽക്കാം. ഓക്കെ, ദെൻ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനിന് പാരലൽ തന്നെയാണ്. അതായത് ഈ രണ്ട് ലൈൻസും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ആ ഒരു ലൈനും ടോട്ടൽ എനർജി ലൈൻ ഓർ എനർജി ഗ്രേഡ് ലൈൻ എന്നും കൂടെ പറയും. ഓക്കെ, അത് രണ്ടും പാരലലാണ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് V²/2g, അതായത് ഒരു വെലോസിറ്റി ഹെഡിൻ്റെ ഡിസ്റ്റൻസിൽ അത് രണ്ടും പാരലലാണ്. ഓക്കെ, അപ്പം ദ ലൈൻ റെപ്രസെൻറ്റിങ് ടോട്ടൽ എനർജി ഓർ ഹെഡ്, അതായത് സം ഓഫ് പ്രഷർ ഹെഡ്, ഡാറ്റം ഹെഡ് വിത്ത് റെസ്പെക്ട് ടു സം ഡാറ്റം ആൻഡ് വെലോസിറ്റി ഹെഡ്, അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി ലൈൻ കിട്ടുന്നത്. ഓക്കെ, ദി എനർജി ഗ്രേഡ് ലൈൻ ഓർ ടോട്ടൽ എനർജി ലൈൻ വിൽ ബി പാരലൽ ടു ദി, നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനിന് പാരലൽ ആയിരിക്കും. അതായത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് V²/2g എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ അത് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ P/W പ്ലസ് Z പ്ലസ് V²/2g ആണ് വരാം. ഓക്കെ, ദെൻ അറ്റ് എനി സെക്ഷൻ ഓഫ് ദി പൈപ്പ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റം ആൻഡ് ദി എനർജി ഗ്രേഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ എനർജി പൊസസ്ഡ് ബൈ ദ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്ത്, അതായത് ഈ ഒരു ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജിയാണ് ആ ഒരു ലൈനിൽ. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത് വെലോസിറ്റി ഹെഡ്, ഇത് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ്. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും ആ ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ്റെ ബി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, എ വെഞ്ചുറി മീറ്റർ 20 cm by 10 cm is provided in a vertical pipeline to measure the flow of oil of relative density 0.9. Okay, venturi meter 20 cm by 10 cm is provided in a vertical pipeline. Okay, vertical pipeline ആണ്. Then the difference in elevations of throat section and entrance section is 30 cm. Okay, അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെഞ്ചുറി മീറ്റർ എടുക്കുമ്പോൾ ഒരു വെഞ്ചുറി മീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 20 cm × 10 cm ആണ്. അപ്പം ഡയ ഓഫ് ഇൻലെറ്റ് ആണ് 20 cm. ഡയ ഓഫ് ഇൻലെറ്റ് നമ്മൾ D1 ആക്കി എടുക്കുമ്പോൾ, ഓക്കെ, ദെൻ D2 ഡയ ഓഫ് ത്രോട്ടാണ്. ത്രോട്ട് സെക്ഷൻ്റെ ഡയ ആണ് D2. 20 by 10 cm എന്ന് തരുമ്പോൾ 20 cm ഇൻലെറ്റിൻ്റെ ഡയും 10 cm ത്രോട്ടിൻ്റെ ഡയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ D2 എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ഓഫ് ദി ത്രോട്ടാണ്. അപ്പോൾ 10 cm ആണ്. ഓക്കെ, ദെൻ നമുക്ക് തന്നേക്കുന്നത് ടു മെഷർ ദി ഫ്ലോ ഓഫ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 0.9 ആണ്. Then the difference in elevations of the throat section and entrance section. Okay, throat sectionും entrance sectionും തമ്മിലുള്ള ആ ഒരു എലിവേഷൻ ഡിഫറൻസ് വരുന്നത് 30 cm ആണ്. ഓക്കെ, the direction of flow of oil being vertically upward. Okay, ഇതിൻ്റെ direction of flow vertically upward ആണ്. upward directionലാണ് ഫ്ലോ സംഭവിക്കുന്നത്.
Okay, then the oil mercury differential U2 manometer shows a gauge deflection of 10 centimeter. Okay, അപ്പോൾ നമ്മളൊരു മെർക്കുറി മാനോമീറ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കാണിക്കുന്ന ഒരു ഡിഫറൻസ് വരുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ 10 സെൻറ്റിമീറ്റർ ആണ് മാനോമീറ്റർ റീഡിങ് കാണിക്കുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്ചാർജ് ഓഫ് ഓയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് സെക്ഷൻ ആൻഡ് ത്രോട്ട് സെക്ഷൻ തമ്മിലുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഇനി തന്നേക്കുന്നത് CD തന്നിട്ടുണ്ട്. CD ഈസ് ഈക്വൽ ടു 0.98 ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഓയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ എൻട്രൻസ് സെക്ഷൻ്റെയും ത്രോട്ട് സെക്ഷൻ്റെയും, ഇതാണ് എൻട്രൻസ് സെക്ഷൻ, ഇതാണ് ത്രോട്ട് സെക്ഷൻ. ത്രോട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്രോട്ട്, അതായത് അത് എൻട്രൻസ് സെക്ഷനിൽ നിന്ന് കോൺട്രാക്ട് ചെയ്ത് ത്രോട്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രൻസ് സെക്ഷൻ്റെയും ത്രോട്ട് സെക്ഷൻ്റെയും പ്രഷർ ഡിഫറൻസും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഡിസ്ചാർജ് ഓഫ് ഓയിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്ചാർജ് ഓഫ് ഓയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണേക്കാൾ മുമ്പ് ഡയ ഓഫ് ഇൻലെറ്റ് നമുക്കറിയാം. ദെൻ നമുക്ക് ഏരിയ ഓഫ് ഇൻലെറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏരിയ ഓഫ് ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ π/4 × 0.2 സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ഇൻലെറ്റ് വരുന്നുണ്ടാവാം 0.0314 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ഇൻലെറ്റ് വരിക. ദെൻ ഏരിയ ഓഫ് ദി ത്രോട്ട് എന്ന് പറയുമ്പോൾ π/4 × ഡയ ഓഫ് ത്രോട്ട് 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 0.1 സ്ക്വയർ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ത്രോട്ട് കിട്ടും. ഏരിയ ഓഫ് ത്രോട്ടിൻ്റെ വാല്യൂ വരിക 7.85 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ത്രോട്ട് വരിക. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ത്രോട്ട് സെക്ഷൻ്റെയും എൻട്രൻസ് സെക്ഷൻ്റെയും ആ ഒരു ഡിഫറൻസ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ Z1 - Z2 വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്ചാർജും ദെൻ പ്രഷർ ഡിഫറൻസുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X × SG/S0 - 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മാനോമീറ്ററിൻ്റെ ആ ഒരു റീഡിങ് തന്നേക്കുന്നത് X ആണ്. X വാല്യൂ ആണ് തന്നേക്കുന്നത് 10 സെൻറ്റിമീറ്ററിന്. ഓക്കെ, അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ ആണ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് നമ്മുടെ ബെഞ്ചുറി മീറ്ററിലുള്ള ആ ഒരു ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. 0.9 - 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു H കിട്ടും. H വാല്യൂ വരുന്നുണ്ടായിരിക്കാം 1.41 മീറ്റർ. അതായത് ഡിഫറൻഷ്യൽ ഹെഡ് റീഡിംഗ് ആണ് ഈ H എന്ന് പറയുന്നത്. H നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.41 മീറ്റർ ഓഫ് ഓയിലാണ് നമുക്ക് Hൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്ചാർജ് Q ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു Qയിൽ ഈ ഒരു H വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഒരു H വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റിയിട്ട് നമ്മൾ ഈ ഒരു X വാല്യൂ ആണ് നമ്മൾ ചില സമയത്ത് തെറ്റി Hൻ്റെ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇത് തന്നേക്കുന്നത് നമുക്ക് X വാല്യൂ ആണ്, റീഡിംഗ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഡിഫറൻഷ്യൽ ഹെഡ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ ഹെഡാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ ഒരു H എന്ന് പറയുന്നത്. ഓക്കെ, 1.41 മീറ്റർ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഹെഡ്. നമുക്ക് തരുന്നത് റീഡിംഗ് ആണ്, ഡിഫറൻഷ്യൽ ഹെഡ് അല്ല. ഓക്കെ, നമുക്ക് തരുന്ന വാല്യൂ X ആണ്. അതിൽ നിന്ന് നമ്മൾ H ഫൈൻഡ് ഔട്ട് ചെയ്യണം. H എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഹെഡ് റീഡിംഗ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CD-യുടെ വാല്യൂ 0.98 ആണ്. 0.98 × A1 × A2. A1ൻ്റെ വാല്യൂ വരുന്നത് 0.0314 ആണ്. ഓക്കെ, 0.0314 × A2ൻ്റെ വാല്യൂ വരുന്നത് 7.85 × 10⁻³ ആണ്. 0.85 × 10⁻³ ആണ്. ഓക്കെ,
ദെൻ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ചെയ്യുമ്പോൾ 0.0314 സ്ക്വയർ മൈനസ് 7.85 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു √2GH 2 ഇൻറ്റു 9.81 ഇൻറ്റു നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഒരു H 1.41 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ 1.41. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ഓഫ് ദി ഓയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഓയിലിൻ്റെ വാല്യൂ നമുക്ക് വരുന്നുണ്ടാവാം 0.0417 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ലിറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 41.7 ലിറ്റർ പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ് ഓഫ് ഓയിൽ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അടുത്തത് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട് സെക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനാണ് എൻട്രൻസ്, ത്രോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പോർഷനാണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം തമ്മിലുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് 30 ആണെന്ന് തന്നിട്ടുണ്ട്. മീൻസ് Z2 മൈനസ് Z1 ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാം. P1/ρg പ്ലസ് Z1 പ്ലസ് V²/2g ഉണ്ട്. നമുക്കിവിടെ V²/2g യൂസ് വരുന്നില്ല. സോ നമ്മളത് അതില്ലാതെ ബാക്കി ടേംസ് മാത്രമാണ് എടുക്കുന്നത്. P2/ρg പ്ലസ് Z2 പ്ലസ് HL. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു പ്രഷർ ഡിഫറൻസ് എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ H ഈസ് ഈക്വൽ ടു P1 പ്ലസ് Z1 മൈനസ് P2/ρg പ്ലസ് Z2. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു എച്ചിന് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.41 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.41 മീറ്റർ ആണ്. P1/ρg പ്ലസ് Z1 മൈനസ് Z2 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് Z2 മൈനസ് Z1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം P1/ρg മൈനസ് P2/ρg പ്ലസ് Z1 മൈനസ് Z2. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് Z2 മൈനസ് Z1 ആണ്. Z2 ആണ് 30 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് Z2 മൈനസ് Z1 ആണ് 0.3 മീറ്റർ. സോ Z1 മൈനസ് Z2 ആകുമ്പോൾ മൈനസ് 0.3 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇസ് ഈക്വൽ ടു H നമ്മൾ പറഞ്ഞത് H 1.41 മീറ്റർ ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 1.41. ഓക്കെ, ഇതിൽ നിന്ന് P1 മൈനസ് P2/ρg പ്ലസ് Z1 മൈനസ് Z2 മൈനസ് 0.3 ആണ്. മൈനസ് 0.3 ഇസ് ഈക്വൽ ടു 1.41. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് 0.3 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 0.3 ആയിരിക്കും. പ്ലസ് 0.3 ആണ്. സോ അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം 1.71 ആയിരിക്കും. ഓക്കെ, 1.71 മീറ്റർ ഓഫ് ഓയിലാണ് വരുന്നുണ്ടാവുക. P1 മൈനസ് P2/ρg ഇസ് ഈക്വൽ ടു 1.71 മീറ്റർ ആണ്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട് സെക്ഷൻ ആണ്. ഓക്കെ, പ്രഷർ ഡിഫറൻസ് ആണ്. അതായത് ആ ഒരു സെക്ഷൻ 1ലെയും സെക്ഷൻ 2ലെയും പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം P1 മൈനസ് P2നെ മാത്രം ഇവിടെ നിർത്താം. ദെൻ റോജിനെ കൊണ്ടുപോകുമ്പോൾ 1.73 ഇൻറ്റു റോജി. റോ എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് ഓയിലിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓയിലിൻ്റെ ഡെൻസിറ്റി പറഞ്ഞാൽ ഓയിലിൻ്റെ ഡെൻസിറ്റി 0.9 ആണ്. ഓക്കെ, അപ്പോൾ 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് ദി ഈ ഒരു സെക്ഷൻ ഇൻലെറ്റ് സെക്ഷനും ഈ ഒരു ത്രോട്ടും തമ്മിലുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസ് നമുക്ക് കിട്ടാം P1 മൈനസ് P2 ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P1 മൈനസ് P2ൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം
15.97 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ അത് കിലോ ന്യൂട്ടണിലേക്ക് ആക്കുമ്പോൾ 15.097 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് വാല്യൂ വരുന്നുണ്ടാവുക, പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ഓഫ് ഓയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ഡിസ്ചാർജ് ഓഫ് ഓയിലാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് ഓഫ് ഓയിലിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം A1 നമുക്കറിയില്ല, A2 നമുക്കറിയില്ല. A1ന് ഡയാമീറ്റർ ഓഫ് ദി ഇൻലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, A2ൽ ഡയാമീറ്റർ ഓഫ് ദി ത്രോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഡയാമീറ്ററിൽ നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് A1ഉം A2ഉം കിട്ടി. ദെൻ നമുക്ക് H ആണ് അറിയാത്തത്. അപ്പോൾ H കണ്ടുപിടിക്കാനുള്ള ഒരു ഹിൻ്റാണ് നമുക്ക് തന്നേക്കുന്ന ഈ ഒരു മെർക്കുറിയുടെ ലെവൽ. മെർക്കുറിയുടെ ലെവൽ X നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ അതിൽ നിന്ന് Hൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ Hൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് H is equal to X into SG by S0 minus 1 ആണ് നമ്മൾ H ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ദെൻ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ദെൻ CD ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദെൻ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Qൻ്റെ വാല്യൂ കിട്ടുക 41.7 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ പ്രഷർ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. P1 മൈനസ് P2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ബെർണോളിസ് ഇക്വേഷൻ എഴുതിയതാണ്. ഓക്കെ, P1 ആദ്യം ബെർണോളിസ് ഇക്വേഷൻ എഴുതാം. ബെർണോളിസ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് പ്രഷർ ഡിഫറൻസിന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. ഹെഡ് ലോസ് നമുക്ക് അറിയാം 1.41 മീറ്റർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡാണ് ആ ഫ്രണ്ടിൽ നമ്മൾ H ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് P1 മൈനസ് P2 കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് ഇൻലെറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ വരുന്നുണ്ടാവുക 15.097 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ ബി പാർട്ടിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 16th ക്വസ്റ്റ്യൻ ആണ്. 16th എ ക്വസ്റ്റ്യൻ വരുന്നത് എ ഹൊറിസോണ്ടൽ പൈപ്പ് വിത്ത് 6 സെൻറ്റിമീറ്റർ ഡയ സഡൻലി എൻലാർജസ് ടു 9 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹൊറിസോണ്ടൽ പൈപ്പാണ്, 6 സെൻറ്റിമീറ്റർ ഡയ തന്നിട്ടുണ്ട്. സഡൻലി എൻലാർജസ് ടു 9 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്ററിൽ നിന്ന് പെട്ടെന്ന് 9 സെൻറ്റിമീറ്റർ ആവാണ്. At a section, okay, the pressure just upstream of the expansion is 25 kilonewton per meter square. അപ്സ്ട്രീമിലെ പ്രഷർ തന്നിട്ടുണ്ട് 25 kilonewton per meter square ആണ്. കാൽക്കുലേറ്റ് ദി പ്രഷർ ജസ്റ്റ് ആഫ്റ്റർ ദി എക്സ്പാൻഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുള്ളത് 0.0075 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രഷർ ജസ്റ്റ് ആഫ്റ്റർ ദി എക്സ്പാൻഷൻ. നമ്മൾ പറഞ്ഞു 6 സെൻറ്റിമീറ്ററിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ സഡൻലി എക്സ്പാൻഡ് ആവാണ്. ഓക്കെ, ദെൻ അപ്സ്ട്രീമിലെ പ്രഷർ വന്നേക്കുന്നത് 25 kilonewton per meter square ആണ്. ദെൻ ഡൗൺ സ്ട്രീമിലെ, അതായത് എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആഫ്റ്റർ ദി എക്സ്പാൻഷൻ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരാം. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യലായിട്ട് വരുന്ന ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഇനീഷ്യൽ ഡയ വരുന്നത്. ദെൻ സഡൻലി എൻലാർജസ് ടു 9 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡയ വരുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ദി പ്രഷർ ജസ്റ്റ് അപ്സ്ട്രീം ഓഫ് ദി എക്സ്പാൻഷൻ ഈസ് 25 kilonewton per meter square. ഓക്കെ, അപ്പോൾ P1 ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 25 kilonewton per meter square ആണ്. ഓക്കെ, നമുക്ക് ഡയ മാത്രമാണ് തന്നേക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയും ഏരിയയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഏരിയ A1 ഇസ് ഈക്വൽ ടു ബിഫോർ എക്സ്പാൻഷന് തൊട്ട് മുമ്പുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.06 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ A1 ബിഫോർ എക്സ്പാൻഷന് തൊട്ട് മുമ്പുള്ള ഏരിയ വരുന്നുണ്ടാവാം 0.00283 മീറ്റർ സ്ക്വയർ ആണ് A1, അതായത് എക്സ്പാൻഷന് തൊട്ട് മുമ്പുള്ള ഏരിയ വരുന്നുണ്ടാവുക. ഈ ഒരു സെക്ഷനിലെ ഏരിയ വരുന്നുണ്ടാവുക. ഇനി സെക്ഷൻ 2ലെ ഏരിയ വരുന്നത് π/4 ഇൻറ്റു 0.09 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ 2ലെ ഏരിയ കിട്ടും. ഓക്കെ, 2ൽ വരുന്ന ഏരിയ 0.00636 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിലൂടെയുള്ള ഡിസ്ചാർജ് Q is equal to 0.0075 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ്.
ഓക്കെ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ് വരുന്നത്. നമുക്ക് ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്യൂ ഈസ് ഈക്വൽ ടു എ വി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ദെൻ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന V1 എന്തായിരിക്കും? Q ഡിവൈഡഡ് ബൈ A1 ആണ്. Q ഡിവൈഡഡ് ബൈ A1. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, A1ൻ്റെ വാല്യൂ വരുന്നത് 0.00283 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുന്നുണ്ടാവുക 2.65 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, V1 അതായത് സെക്ഷൻ 1.1 ആ വെലോസിറ്റി വരുന്നത് 2.65 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ V2 വരുന്നത് Q/A2 സെക്ഷൻ 2ൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ക്യൂവിൻ്റെ ഇക്വേഷൻ ഏരിയ ആൻഡ് വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് V കണ്ടുപിടിക്കാൻ Q ഡിവൈഡഡ് ബൈ A ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ Q ഡിവൈഡഡ് ബൈ A2 ചെയ്യുമ്പോൾ A2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 0.00636 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 0.0075 ഡിവൈഡഡ് ബൈ 0.00636 ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 കിട്ടും. വാല്യൂ വരുന്നുണ്ടാവുക 1.179 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അവിടുത്തെ വെലോസിറ്റി കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അറിയാം. ബെർണോളിസ് ഇക്വേഷൻ P1 ബൈ റോ ജി പ്ലസ് V²/2g പ്ലസ് Z1. ഫസ്റ്റ് സെക്ഷനിൽ P1 ബൈ റോ ജി പ്ലസ് V1² പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ബൈ റോ ജി പ്ലസ് V2²/2g പ്ലസ് Z2 പ്ലസ് ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് നമുക്കിവിടെ എൻഡ് എക്സ്പാൻഷൻ ആണ് ഉണ്ടാകുന്നത്. 6 സെൻറ്റിമീറ്ററിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ആവാ ചെയ്തത്. അപ്പോൾ എൻഡ് കോൺട്രാക്ഷൻ അല്ല, എൻഡ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ എൻഡ് എക്സ്പാൻഷനിൽ വരുന്ന ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ HL ഈസ് ഈക്വൽ ടു V1 മൈനസ് V2² ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ V1ഉം V2ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ V1ൻ്റെ വാല്യൂ 2.65 മൈനസ് 1.179 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.81 ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ലോസ് വരുന്നുണ്ടായിരിക്കും. ഇവിടെ എഡ്ഡി ലോസസ് ഒക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ലോസിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക 0.11 മീറ്റർ ആണ്. ആ വാല്യൂ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് കാൽക്കുലേറ്റ് ദ പ്രഷർ ജസ്റ്റ് ആഫ്റ്റർ ദി എക്സ്പാൻഷൻ. ഇവിടുത്തെ സെക്ഷൻ 1.1 പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 25 kN/m² ആണ്. ഓക്കെ, ദെൻ സെക്ഷൻ 2 ആഫ്റ്റർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ഈ ഒരു സെക്ഷനിലെ പ്രഷറും ഈ ഒരു സെക്ഷനിലെ പ്രഷറും ഈക്വൽ ആയിരിക്കും. പ്ലസ് ഒരു ഹെഡ് ലോസും കൂടെ സെക്ഷൻ 2 ഒരു ഹെഡ് ലോസും കൂടെ വരും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഈ ഒരു എഴുതിയത്. സെക്ഷൻ 1.1 ടോട്ടൽ എനർജി നമ്മൾ എഴുതി. സെക്ഷൻ 1.1 ടോട്ടൽ എനർജി എഴുതി. ദെൻ സെക്ഷൻ 2 ടോട്ടൽ എനർജി പ്ലസ് ഹെഡ് ലോസും കൂടെ. ഓക്കെ, ഹെഡ് ലോസിൻ്റെ വാല്യൂ ആണ് 0.11 മീറ്റർ വന്നത്. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 ബൈ റോ ജി, P1ൻ്റെ വാല്യൂ 25 kN/m² ആണ്. സോ അപ്പോൾ നമ്മളതിനെ 25 × 10⁻³ Nm² എന്ന് എഴുതണം. ഓക്കെ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Nm²ൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. kN/m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ kN/m² ഇനി ആയിരിക്കില്ല വരിക. നമുക്ക് ആ ഒരു യൂണിറ്റ് കൺവേർഷനിൽ ചെറിയ ചേഞ്ചസ് ഉള്ള കാരണം ആൻസർ കിട്ടുമ്പോൾ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് Nm²ൽ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 25 × 10⁻³ ബൈ റോ ജി പ്ലസ് V1 വരുന്നത് V1 എന്ന് പറയുന്നത് 2.65 ആണ്. 2.65 സ്ക്വയർ ബൈ 2 × 9.81 പ്ലസ്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഹൊറിസോണ്ടൽ പൈപ്പാണ്. സോ Z1ഉം Z2ഉം ഇവിടെ ക്യാൻസൽ ആയി പോകും. അതായത് ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഡാറ്റം ഇല്ലാത്തതുകൊണ്ട്, ഡാറ്റ ഉണ്ട്, ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ,
അപ്പോൾ ഈസ് ഈക്വൽ ടു P2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. P2 by rho g plus V2 square 1.179 square by 2 into 9.81 plus 0.11. ഓക്കെ, അപ്പോൾ then ഇതിൽ നിന്ന് P2 is equal to, നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P2ൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടാവാം 26,732.25 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവാം. അതായത് നമ്മൾ P1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. P1ൻ്റെ ഈ ഒരു വാല്യൂ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ നമുക്ക് ആൻസർ P2 കിട്ടുന്നുണ്ടാവാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും. ബട്ട് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ വരുമെന്ന് പറഞ്ഞത് വരില്ല. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് P2ൻ്റെ ആൻസർ വരുന്നത് 26,732.25 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അത് കിലോ ന്യൂട്ടണിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 26.732 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രഷർ ആഫ്റ്റർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 26.732 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ orifice of 0.6 meter wide and 0.8 meter deep. ഓക്കെ, 0.6 meter വൈഡും 0.8 meter ഡീപ്പും ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ orifice ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം എ വെസൽ. അതായത് ഒരു വെസൽ, ഓക്കെ, ഒരു വെസൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ വെസലിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു orifice ഇരിക്കുന്നത് ആ ഒരു പോർഷനിലാണ്. ഓക്കെ, ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി orifice ഈസ് 0.4 meter ബിലോ ദി വാട്ടർ. ഓക്കെ, ഇതിൽ വാട്ടറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പ് സർഫസിൽ നിന്ന് 0.4 meter ബിലോ ആണ് ടോപ്പ് എഡ്ജ് ഓഫ് ദി orificeൻ്റെ ടോപ്പ് എഡ്ജ് ഇവിടെയാണ് വരുന്നത്. സോ അത് 0.4 meter ബിലോ ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ ദി orifice കൂടെയുള്ള ഡിസ്ചാർജ് Q എന്താണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. CD ഈസ് ഈക്വൽ ടു 0.62 ആണ്. നമുക്ക് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിതിൽ H1 ആണ് ഈ തന്നിരിക്കുന്നത്. H2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇവിടെയാണ് orifice ഇരിക്കുന്നത്. orificeൻ്റെ ടോപ്പ് എഡ്ജ് വാട്ടർ സർഫസിൽ നിന്ന് 0.4 meter ബിലോ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കറിയാം orificeൻ്റെ ഡെപ്ത് 0.8 meter ആണ്. ഓക്കെ, ഡെപ്ത് 0.8 meter ആണ്. സോ H2 വരുന്നുണ്ടാവുക എന്താ, H2 ഈസ് ഈക്വൽ ടു 0.4 പ്ലസ് ഈ ഒരു ഡെപ്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ H2 കിട്ടുന്നത്. ഓക്കെ, പ്ലസ് 0.8 ചെയ്യുമ്പോഴാണ് നമുക്ക്, ഓക്കെ, അപ്പോൾ H2 വരുന്നുണ്ടാവുക 1.2 meter ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. ഓക്കെ, റെക്ടാങ്കുലർ orifice ഓഫ് ഡീപ്പ് ഡിസ്ചാർജ് വെസലാണ്. ഓക്കെ, വെസലിൽ നിന്ന് ഈ ഒരു orifice കൂടെയാണ് വാട്ടർ ഡിസ്ചാർജ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ഈ ഒരു orificeൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്നുള്ള വാട്ടർ സർഫസിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 0.4 meter ആണ്. ഓക്കെ, 0.4 meter ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് 0.4 meter ആണ്. ദെൻ ഈ ഒരു H2 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് 0.4 പ്ലസ് 0.8 ചെയ്യുമ്പോൾ 0.4 പ്ലസ് 0.8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1.2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 CD ഇൻറ്റു B ഇൻറ്റു √2G H2 raised to 3/2 മൈനസ് H1 raised to 3/2 ആണ് നമ്മുടെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള. അതായത് orificeൽ നിന്ന് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ദെൻ 2/3 ഇൻറ്റു CD വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.62 ആണ്. ഓക്കെ, 0.62 ഇൻറ്റു ബിയുടെ വാല്യൂ 0.6 ആണ്. നമ്മൾ പറഞ്ഞു 6 meter വിഡ്ത്ത് ആണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ വരുന്നുണ്ടാവുക 0.6 ഇൻറ്റു √2 ഇൻറ്റു 9.81. H2 നമ്മൾ പറഞ്ഞു 1.2 ആണ്. ഓക്കെ, 1.2 raised to 3/2 മൈനസ് H1ൻ്റെ വാല്യൂ 0.4 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ത്രൂ ദി orifice കിട്ടും. ഈ ഒരു orificeൽ കൂടെയുള്ള ഡിസ്ചാർജ് എത്രയാണെന്ന് കിട്ടും.
ഓക്കെ. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം 1.166 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ് ത്രൂ ദി ഒറിഫൈസിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, H2 മൈനസ് H1 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹൈറ്റ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, H2വിൽ നിന്ന് H1 നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന ആ ഒരു ഒറിഫൈസിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് കിട്ടുക. അതാണ് ആ ഒരു H യൂസ് ചെയ്തത്. ഓക്കെ, H2 മൈനസ് H1 ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു ഫിഗർ വരയ്ക്കുന്നില്ല. 5 മാർക്സിൽ ഒരു മാർക്ക് എന്തായാലും ആ ഒരു ഫിഗർ വരയ്ക്കുന്നതിനായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫിഗർ വരയ്ക്കാം. ദെൻ ആ ഒരു ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 5 മാർക്സ് നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.